ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആവേ മരിയ. പ്രിയമുള്ളവരെ, നമുക്കെല്ലാവർക്കും ബൈബിളിലുള്ള ഒരു പ്രവാചകനായ യോനയെക്കുറിച്ചറിയാം. പക്ഷേ നമ്മൾ ആ യോനായുടെ ആ പുസ്തകത്തിൽ യോനായെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചില കാര്യങ്ങൾ, അറിയാത്ത ചില കാര്യങ്ങൾ ഇന്ന് ഞാൻ ഈ വചനഭാഗത്തെ കൂടെ പറയാം എന്ന് വിചാരിക്കുകയാണ്. എന്ന് വെച്ചാൽ, യോനായോട് നിനവേ എന്നൊരു സ്ഥലത്ത് പോയിട്ട് സുവിശേഷം പ്രസംഗിക്കാൻ പറയുകയാണ് കർത്താവ്. 1,20,000 പരം ജനം ഉണ്ടെന്ന് അവിടെ. അവരെ നശിപ്പിക്കാൻ പോവുകയാണ് ഞാൻ. അവരോട് മാനസാന്തരപ്പെടാൻ നീ പോയി പ്രസംഗിക്കാൻ പറയുകയാണ്. യോന മുന്നേ തന്നെ ചിന്തിക്കുകയാണ്. കാരണം കർത്താവ് അങ്ങനെ അവരൊന്നും നശിപ്പിക്കില്ല. എന്താ കാര്യം എന്ന് വിചാരിച്ചാൽ, കർത്താവ് നല്ലവനാ, കർത്താവ് കരുണാമയനാ. പെട്ടെന്ന് കയറി ഒരാളെ നശിപ്പിക്കില്ല. ഒരുപാട് നേരം കർത്താവ് കാത്തിരിക്കും. ഈ വ്യക്തി നന്നാവും. ഓരോ വ്യക്തിയുടെയും അനുതാപത്തിൻ്റെ ഒരു മാർഗം, ഒരു വ്യക്തി മടങ്ങി വരാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് കർത്താവ് ഒരുപാട് നേരം ഓരോ വ്യക്തികളോടും കരുണ കാണിക്കും. അതിനുവേണ്ടി ചിലവരെ ഉപയോഗിക്കും എടുത്ത്. ഉദാഹരണത്തിന്, ഇപ്പം നമ്മളെ ഒരു വ്യക്തി പീഡിപ്പിക്കുകയാണെന്ന് വിചാരിക്കുമോ? കർത്താവ് എന്താ പറഞ്ഞിരിക്കുന്നത്? നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. അപ്പം നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി അവർ നമ്മുടെ മുൻപിൽ 2 കൈയും നീട്ടി വന്ന് യാചിക്കുന്ന ഒരു മേഖലയാണ് അവർ നമ്മെ കുറ്റപ്പെടുത്തുന്നതും ഒറ്റപ്പെടുത്തുന്നതും നമ്മെ മറ്റുള്ളവരുടെ മുമ്പിൽ ദുഷിച്ചു പറയുന്നതും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നാണ് കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത്? നിങ്ങൾ നിരന്തരം ആ വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ. ഹല്ലേലൂയ. അത് കർത്താവിൻ്റെ ഒരു കരുണയാണ്. അങ്ങനെ കർത്താവ് ഇത് പറഞ്ഞു. കർത്താവിൻ്റെ ഈ നല്ല സ്വഭാവം അറിയുന്നത് കൊണ്ട് പുള്ളിക്കാരൻ അവിടെ പോയി ആ കപ്പലിൽ കയറിയിരിക്കുകയാണ്. പോവാൻ കുറേ മടിച്ചു. അങ്ങനെ ആ കപ്പലിൽ കയറി അതിൻ്റെ ഉള്ളിൽ റൂമിൽ കയറിയിട്ട് അവിടെ ഉറങ്ങുക. ഞാൻ പോവില്ല നിലവിലേക്കെന്നുള്ള ഒരു ചിന്ത പുള്ളിക്കാരൻ്റെ മനസ്സിലേക്ക് വന്നു, യോന പ്രവാചകൻ്റെ ഉള്ളിലേക്ക്. കർത്താവ് എന്ത് ചെയ്തു? കടലിലേക്ക് ഒരു കൊടുങ്കാറ്റ് അയച്ചു. ആ കപ്പലിൽ ഓരോരുത്തരും തങ്ങളുടെ ദേവന്മാരെ വിളിച്ച് അപേക്ഷിച്ചു എന്നാണ് പറയുന്നത്. അവരവരുടെ ദൈവങ്ങളെ വിളിച്ച് അവരെ അപേക്ഷിച്ചു. ഭാരമുള്ളതൊക്കെ എടുത്ത് കപ്പലിൽ നിന്ന് വെള്ളത്തിലേക്ക് ഇട്ടു. ഇതെന്തുകൊണ്ട് ഈ കപ്പൽ മുങ്ങാൻ പോകുന്നു എന്ന് അവർക്ക് മനസ്സിലായി. അപ്പോൾ അവർ പരസ്പരം പറയുക, നമ്മൾ നശിക്കാതിരിക്കാൻ ഒരു പക്ഷേ ദൈവം നമ്മെ ഓർത്തേക്കും. അവർ പറഞ്ഞു, ഇത് ആര് നിമിത്തമായിരിക്കും ഇങ്ങനെ ഒന്നും നമുക്ക് വന്നിരിക്കുന്നത്? നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കൊരു നറുക്കിടാം. ഈ കപ്പലിലുള്ള വ്യക്തികളെ ഓരോരുത്തരും നോക്കിയിട്ട് നറുക്ക് ചെന്ന് ഈ യോനായുടെ പേരിൽ വീണു. ഇവർ ആകെ അന്വേഷിച്ച് വന്നപ്പോൾ കപ്പലിൻ്റെ ഒരു മുറിയിൽ പോയിട്ട് സുഖമായിട്ട് പുള്ളിക്കാരൻ കയറി കിടന്ന് ഉറങ്ങണു. അവരവിടെ ചെന്നിട്ട് ചോദിച്ചു, നിൻ്റെ തൊഴിലേതാ? നീ എവിടുന്നാണ് വരുന്നത്? നിൻ്റെ നാടേതാണ്? നീ ഏത് ജനതയിലാണ് പെടുന്നത്? അങ്ങനെ പോയി ചോദിച്ചു. അപ്പോൾ അവൻ പറയുന്ന ഉത്തരം കേൾക്കണം എൻ്റെ മക്കൾക്ക്. ഞാനൊരു ഹെബ്രായനാണ്. കടലും കരയും സൃഷ്ടിച്ച് സ്വർഗസ്ഥനായ ദൈവമായ കർത്താവിനെയാണ് ഞാൻ ആരാധിക്കുന്നത്. അപ്പോൾ അവർ അത്യധികം ഭയപ്പെട്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ യോനയ്ക്ക് ദൈവം ആരാന്ന് നന്നായിട്ട് അറിയാം. ആ കപ്പലിലുള്ളവർക്കും ഏകദേശം കർത്താവായ ദൈവത്തെക്കുറിച്ച് അറിയാം. അപ്പോൾ അവനോട് പറഞ്ഞു, എന്താ ഈ കാണുന്നതെന്ന് നീ പറഞ്ഞില്ലേ? നീ കാണുന്നില്ലേ ഇത്? ഞങ്ങളെല്ലാവരും നശിക്കും. അവരുടനെ തന്നെ എന്ത് ചെയ്തു? കർത്താവിനോട് പ്രാർത്ഥിച്ചിട്ട് അവനെ എടുത്ത് ആ വെള്ളത്തിലേക്ക് എടുത്തിട്ട് എറിഞ്ഞു കളഞ്ഞു. അപ്പോൾ കടൽ ശാന്തമായി. എന്തെന്നാൽ കൊടുങ്കാറ്റ് അവിടെ വെച്ച് ശമിച്ചു, കടൽ ശാന്തമാവുകയും ചെയ്തു. എന്നാലും അവിടെ കിടന്ന് ആ വെള്ളത്തിൽ എന്താ പറയുക, കടലിൽ കിടന്നിട്ട് യോന കരഞ്ഞു കർത്താവിൻ്റെ മുൻപിൽ. എന്നാൽ അവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതാണ്. ഈ യോനായെ കടലിലേക്ക് എറിയും മുന്നമേ ഇവർ കർത്താവിനൊരു നേർച്ച നേരുകയും ദൈവത്തെ ഭയപ്പെടുകയും അവിടത്തേക്ക് ബലിയർപ്പിക്കുകയും ചെയ്തു എന്നാണ് പറയണത്. അപ്പം ഇവനൊരാൾ കാരണം ആ കപ്പലിലുള്ള മക്കൾ മുഴുവനും കർത്താവിനെ അറിയാനും കൂടി ഇടവന്നു എന്നുള്ളതാണ്. അതിനു വേണ്ടിയും കൂടി ദൈവം ഒരു പ്രവർത്തനം അവിടെ ആരംഭിച്ചു. എന്തായാലും മത്സ്യം വിഴുങ്ങാൻ ദൈവം അനുവദിച്ചു. അങ്ങനെ മത്സ്യത്തിൻ്റെ ഉദരത്തിൽ വെച്ച് യോന തൻ്റെ ദൈവമായ കർത്താവിനോട് പ്രാർത്ഥിച്ചു. എൻ്റെ കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു, അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. പാതാളത്തിൽ, ഇതൊക്കെ സങ്കീർത്തന ഭാഗങ്ങളിലുള്ള വചനഭാഗങ്ങളാണ് മക്കളെ. പാതാളത്തിൻ്റെ അവനപ്പോൾ സങ്കീർത്തനങ്ങൾ മുഴുവൻ അറിയാമെന്ന് വേണം കണക്കിലെടുക്കാൻ. എൻ്റെ കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു,
അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. പാതാളത്തിൻ്റെ ഉദരത്തിൽ നിന്ന് ഞാൻ നിലവിളിച്ചു. അവിടുന്ന് എൻ്റെ നിലവിളി കേട്ടു. അവിടുന്ന് എന്നെ ആഴത്തിലേക്ക്, സമുദ്രമധ്യത്തിലേക്ക് വലിച്ചെറിഞ്ഞു. പ്രവാഹം എന്നെ വളഞ്ഞു. അങ്ങയുടെ തിരമാലകൾ എൻ്റെ മുകളിലൂടെ കടന്നുപോയി. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങയുടെ സന്നിധിയിൽ നിന്ന് ഞാൻ ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങയുടെ വിശുദ്ധ മന്ദിരത്തിലേക്ക് ഇനി ഞാൻ എങ്ങനെ നോക്കും? സമുദ്രം എന്നെ വലയം ചെയ്തിരിക്കുന്നു. ആഴി എന്നെ ചുറ്റിയിരിക്കുന്നു. പായൽ എൻ്റെ തല വരിഞ്ഞു മുറുക്കിയിരിക്കുന്നു. പർവ്വതങ്ങൾ വേരുപാകിയിരിക്കുന്ന സമുദ്രത്തിൻ്റെ അടിത്തട്ടിലേക്ക് ഞാൻ ഇറങ്ങിച്ചെന്നു. അതിൻ്റെ ഓടാമ്പലുകൾ എന്നെ എന്നേക്കുമായി അടച്ചുപൂട്ടി. എങ്കിലും എൻ്റെ ദൈവമായ കർത്താവേ, അങ്ങൻ്റെ ജീവനെ പാതാളത്തിൽ നിന്ന് പൊക്കിയെടുത്തു. എൻ്റെ ജീവൻ മരവിച്ചപ്പോൾ ഞാൻ കർത്താവിനെ ഓർത്തു. എൻ്റെ പ്രാർത്ഥന അങ്ങയുടെ അടുക്കൽ, അങ്ങയുടെ വിശുദ്ധ മന്ദിരത്തിലെത്തി. വ്യർത്ഥ വിഗ്രഹങ്ങളെ പൂജിക്കുന്നവർ തങ്ങളുടെ വിശ്വസ്തത വെടിയുന്നു. കർത്താവേ, 3 കാര്യം പറയാണ്. ഞാൻ കൃതജ്ഞതാ സ്തോത്രങ്ങൾ ആലപിച്ച് അങ്ങേക്ക് ബലി തരും. എൻ്റെ നേർച്ച ഞാൻ നിറവേറ്റും. കർത്താവിൽ നിന്നാണ് രക്ഷ. എൻ്റെ വേദനയിൽ, എൻ്റെ ദുഃഖത്തിൽ, എൻ്റെ ഈ മത്സ്യത്തിൻ്റെ ഉദരത്തിൽ നിന്നും എന്നെ പുറത്തേക്ക് കൊണ്ടുവരുന്നവൻ, എന്നെ രക്ഷിക്കുന്നവൻ എൻ്റെ കർത്താവാണ്. അപ്പോൾ 3 കാര്യം പറഞ്ഞ് എന്തൊക്കെയാണ് പറഞ്ഞേ? ഞാൻ നേർച്ച നേർന്നു. അവൻ അവിടെ വയറ്റിൽ കിടന്നിട്ട്, മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്നിട്ട് ബലികൾ അർപ്പിച്ചു. അപ്പം നമുക്ക് എത്ര വലിയ പ്രയാസങ്ങളും പ്രതിസന്ധികളും വന്നാലും അതിൻ്റെ ഉള്ളിൽ കിടന്നുകൊണ്ടും നമ്മൾ പ്രാർത്ഥിക്കാൻ പഠിക്കണം. അവിടെ നിന്ന് നമ്മെ രക്ഷിക്കാനും വിടുവിക്കാനും കഴിവുള്ള ഒരു ദൈവത്തെയാണ് നാം വിളിച്ചപേക്ഷിക്കുന്നത്. നമ്മുടെ ദൈവം ചെവി കേൾക്കാത്തവനോ ഉറങ്ങുന്നവനോ അല്ല മക്കളെ. നിങ്ങൾക്ക് എത്ര വലിയ പ്രതിസന്ധിയും എത്ര വലിയ പ്രയാസങ്ങളുണ്ടായാലും നിങ്ങൾ ഇടവിടാതെ പ്രാർത്ഥിച്ചാൽ ദൈവം നിങ്ങളുടെ നിലവിളി കേൾക്കും. നിങ്ങൾ നേർച്ച നേരണം, ബലികളർപ്പിക്കണം. എന്നിട്ട് കർത്താവിൻ്റെ മുമ്പിൽ കരങ്ങൾ നീട്ടി പ്രാർത്ഥിക്കണം. കണ്ടു, അവിടെ ഏറ്റുപറയുക, മത്സ്യത്തിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് ഞാൻ ബലികൾ അർപ്പിക്കും, നേർച്ച നിറവേറ്റും, കൃതജ്ഞതാ സ്തോത്രത്തോടെ എന്ന്. എന്താ അതിൻ്റെ അർത്ഥം? ഞാൻ സ്തോത്രം പാടും, ഞാൻ നന്ദി പറയുന്ന. ഞാൻ മുങ്ങിപ്പോവാൻ പോവുകയാണ്, ഈ മത്സ്യം എന്നെ വിഴുങ്ങാവോ എന്ന് ചോദിച്ചാൽ അവിടെ കിടന്ന് കരയല്ല ചെയ്തത്. പൂർണ്ണമായിട്ടും കർത്താവിൻ്റെ ശക്തിയും കർത്താവിൻ്റെ കഴിവും യോനായ്ക്ക് അറിയാമായിരുന്നു. ആ വലിയ വേദനയിലും അവിടെ കിടന്ന് പ്രാർത്ഥിച്ചു. ഉടനെ കർത്താവ് മത്സ്യത്തോട് കൽപ്പിച്ചു, അത് യോനായെ കരയിലേക്ക് ഛർദ്ദിച്ചിട്ടു. കണ്ടു മക്കളെ? വീണ്ടും കർത്താവ് യോനായോട് പറഞ്ഞു, നീ വേഗം ചെല്ല്, എഴുന്നേറ്റ് നിനവയിലേക്ക് പോവുക. ഞാൻ നൽകുന്ന സന്ദേശം നീ അവിടെ പ്രഘോഷിക്കുക. കർത്താവിൻ്റെ കൽപ്പനയനുസരിച്ച് യോന എഴുന്നേറ്റ് നിനവയിലേക്ക് പോയി. അത് വളരെ വലിയൊരു നഗരമായിരുന്നു. അത് കടക്കാൻ 3 ദിവസത്തെ യാത്ര വേണ്ടി വന്നു. യോന നഗരത്തിൽ കടന്ന് 1 ദിവസത്തെ വഴി നടന്നു. അനന്തരം അവൻ വിളിച്ചു പറഞ്ഞു, 40 ദിവസം കഴിയുമ്പോൾ നിനവേ നശിപ്പിക്കപ്പെടും. അപ്പോൾ ഒരു പക്ഷേ ഒരുവിധം ആളുകൾക്കൊക്കെ യോനായെ അറിയാമായിരുന്നിരിക്കണം, അന്ന് കാലത്തൊരു പ്രവാചകനാണ് എന്നുള്ളതിൽ. ഇതേ നശിപ്പിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പം ആളുകളെല്ലാം ഭയന്നു. അവിടുത്തെ രാജാവ് പോലും എഴുന്നേറ്റ് നിന്നു അത്രേ. അദ്ദേഹം പട്ടെല്ലാം എടുത്തു മാറ്റി 40 ദിവസത്തെ ഉപവാസം പ്രഖ്യാപിച്ചു. അവിടെ ചെറിയവരും വലിയവരും എല്ലാവരും ഒരുപോലെ ചാക്കുടുത്ത് ഉപവസിച്ചു. രാജകീയ പ്രൗഢി വസ്ത്രം മാറ്റി രാജാവും ചാക്കുടുത്ത് ചാരത്തിലിരുന്നു അത്രേ. അങ്ങനെ അവിടുത്തെ മനുഷ്യനോ മൃഗമോ കന്നുകാലിയോ ആടോ ഒന്നും ഭക്ഷിക്കരുതെന്ന് രാജാവ് കൽപ്പന പുറപ്പെടുവിച്ചു. അവ മേയുകയോ വെള്ളം കുടിക്കുകയോ അരുത്. മനുഷ്യനും മൃഗവും ചാക്കുവസ്ത്രം ധരിച്ച് കർത്താവിനോട് ഉച്ചത്തിൽ നിലവിളിച്ചപേക്ഷിച്ചു. തങ്ങളുടെ ദുർമാർഗത്തിൽ നിന്നും അക്രമങ്ങളിൽ നിന്നും അവർ പിന്തിരിയാൻ തീരുമാനമെടുത്തു. ദൈവം മനസ്സുമാറ്റി തൻ്റെ ക്രോധം പിൻവലിക്കുകയും അങ്ങനെ നശിക്കാതിരിക്കുകയും ചെയ്തേക്കാം. തങ്ങളുടെ ദുഷ്ടതയിൽ നിന്ന് അവർ പിന്തിരിഞ്ഞു എന്ന് കണ്ട് ദൈവം മനസ്സുമാറ്റി അവരുടെ മേൽ
അവയ്ക്ക് അയക്കുമെന്ന് പറഞ്ഞ തിന്മ ദൈവം അയച്ചില്ല. അപ്പോൾ അവർ 40 ദിവസം ഉപവാസം പ്രഖ്യാപിച്ച് അവരനുദപിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ അത് കുറച്ച് ദിവസം നീണ്ടുള്ളായിരിക്കും. അപ്പോഴേക്കും കർത്താവ് മനസ്സ് മാറ്റി. കർത്താവ് ആ ദേശം നശിപ്പിക്കുമെന്ന ആ ഒരു തീരുമാനത്തിൽ നിന്നും പിന്മാറി. ഇത് കണ്ട് യോനയ്ക്ക് ഭയങ്കര സങ്കടമായി. യോന പറയുന്നൊരു വാക്ക് കേൾക്കണ, അവിടുന്ന് ദയാലുവും കാരുണ്യവാനും ക്ഷമാശീലനും സ്നേഹനിധിയും ശിക്ഷിക്കുന്നതിൽ വിമുഖനുമാണെന്ന് എനിക്കറിയാമായിരുന്നു. കർത്താവെ, എൻ്റെ ജീവൻ നീ എടുത്തോ, ഞാൻ നാണം കെട്ടു പോയില്ലേ? നീ എന്നോട് പറഞ്ഞിട്ടല്ലേ ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ പറഞ്ഞേ. അപ്പോൾ അവർ ഞാൻ ആരാന്ന് വിചാരിക്കും. കണ്ടു, എൻ്റെ മനസ്സിൽ ഇങ്ങനെയൊക്കെ പലപ്പോഴും തോന്നിയിട്ടുണ്ട് കേട്ടോ മക്കളെ. യോന കരഞ്ഞിട്ട് പറഞ്ഞത് എന്നെ അങ്ങോട്ട് കൊന്നോളാൻ കർത്താവിനോട് പറഞ്ഞു അത്രേ. അപ്പം കർത്താവ് എന്നിട്ട് പോയിട്ട് ഇരിക്കുകയാണ് അവിടെ. അപ്പോൾ അത് പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഒരു ചെടി മുളപ്പിച്ചു. ആ ചെടി കണ്ട് യോന അത്യധികം സന്തോഷിച്ചു. കാരണം ഭയങ്കര വെയില അവിടെ. പിറ്റേ ദിവസം നോക്കിയപ്പോൾ ദൈവം ഒരു പുഴുവിനെ അയച്ചു. ആ ചെടി മുഴുവൻ നശിപ്പിച്ച് കളഞ്ഞു. അപ്പോൾ ഭയങ്കര സങ്കടമായി. മരിക്കാൻ തന്നെ ആഗ്രഹിച്ചു അത്രേ. ജീവിക്കുന്നതിനേക്കാൾ മരിക്കുന്നതേ എനിക്ക് നല്ലതെന്ന് വിചാരിച്ചിട്ട് ആ ചെടി നശിച്ച് പോയപ്പോൾ ഭയങ്കര വെയിൽ വന്നു. അപ്പോൾ കർത്താവ് കടന്നു വന്നിട്ട് പറയുക, മോനെ, ആ ചെടിയെ ചൊല്ലി കോപിക്കാൻ നിനക്കെന്താ കാര്യം? നീ എങ്ങനെയാണ് ആ ചെടിയെ നട്ടുവെച്ചത്? പിന്നെ എന്തിനാ നീ വിഷമിക്കുന്നത്? ഈ ചെടി ഒരു രാത്രി കൊണ്ട് വളർന്നു, അടുത്ത പ്രഭാതത്തിൽ അത് നശിക്കുകയും ചെയ്തു. നീ അതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഒന്നും അധ്വാനിച്ചിട്ടില്ല. എന്നിട്ടും നിനക്കതിനോട് അനുകമ്പ തോന്നുന്നു. ആ ചെടി നശിച്ചു പോയില്ലോ എന്ന്. എനിക്ക് തണൽ തന്നതല്ലേ അത് നശിച്ചു പോയില്ലോ എന്ന് നിനക്ക് അനുകമ്പ തോന്നുന്ന ഒരൊറ്റ ദിവസം കൊണ്ട്. എന്നാൽ ഇടം വലം തിരിച്ചറിയാൻ കഴിവില്ലാത്ത 1,20,000-ൽ പരം ആളുകളും അസംഖ്യം മൃഗങ്ങളും വസിക്കുന്ന മഹാനഗരമായ നിനവയോട് എനിക്ക് അനുകമ്പ തോന്നരുതെന്നോ? നിങ്ങൾ പലപ്പോഴും വിചാരിക്കുന്നുണ്ടാവില്ലേ, ഈ വിജാതീയ മക്കൾ അമ്പലം ചുറ്റും പൂരം ഘോഷിച്ചൊക്കെ നടന്നിട്ടും കർത്താവ് ഈ രാവും പകലും പള്ളിയിൽ വന്ന് പ്രാർത്ഥിക്കും, എപ്പോഴും ഞങ്ങൾ ഈ കൂതാശകൾ സ്വീകരിക്കും, വൈദികരെ ഭയപ്പെട്ടും വൈദികരെ ഭയന്നും, അതിനേക്കാളുപരി അവർ ചില നേരത്തെ എല്ലാവരും അത് വൈദികരുടെ അടുത്തൊന്നും ഭയപ്പെട്ട് നിൽക്കുക ചെയ്യണത്. ഒരു നേരം എടുക്കുമ്പോഴത്തേക്കും ക്രിസ്ത്യാനി മക്കൾ മര്യാദയ്ക്ക് ഒരു ഉറക്കല്ല, ചാടി എഴുന്നേറ്റു. ചുറ്റും നോക്കുമ്പോൾ വിജാതിയർ എത്രയോ സുഖമായിട്ട് ജീവിക്കുന്നു എന്നൊക്കെ തോന്നിയേക്കാം. കർത്താവ് തിരഞ്ഞെടുത്ത ജനമാണ് മക്കളെ നമ്മൾ. കർത്താവിനെ ആരാധിക്കാൻ വേണ്ടി നമ്മളോട് കർത്താവിൻ്റെ മുമ്പിൽ വന്നോളാൻ പറയുന്നു കർത്താവ്. നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നു. എന്നാൽ മറ്റു മക്കളോടും ദൈവത്തിന് അനുകമ്പ തോന്നുന്നു. നമ്മളോട് പറയുന്നു അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരോട് ഓരോരുത്തരോടും സുവിശേഷം പറയേ, അവരും എൻ്റെ രക്ഷ അറിയട്ടെ എന്ന്. കർത്താവ് കരുണാമയനാണ്. അതുകൊണ്ട് എപ്പോഴും പ്രാർത്ഥിക്കാനുള്ളൊരു കൃപ എല്ലാ മക്കൾക്കും ലഭിക്കട്ടെ. നിങ്ങൾ ഏത് പ്രതിസന്ധിയിൽ കഴിയുകയാണെങ്കിലും അതിൻ്റെ ഉള്ളിലും ഇടപെട്ട് അതിൻ്റെ ഉള്ളിലും കടന്നു വരാൻ കഴിവുള്ളവനാണ് ദൈവം. ദൈവം എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, നീതിമാനായ വിശുദ്ധ പിതാവേ, അപ്പസ്തോല ഗണങ്ങളെ, മാലാഖമാരെ, വിശുദ്ധരെ, നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി. തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ, ആമേൻ.